ഗൈസ് വെൽക്കം ടു മെഡ് ഹെഡപ്പ്. അപ്പോൾ ഡ്രൈയിങ് എന്താ? ഡ്രൈയിങ് എന്ന് വെച്ചാൽ ആൾക്കാർ പറയും എന്താണ്, ഇവാപ്പറേറ്റ് ചെയ്തു കോൺസെൻട്രേറ്റ് ആക്കിയിട്ട് നമ്മൾ സ്ലറി ആക്കുന്ന പരിപാടിയാണ് ഡ്രൈയിങ് എന്ന് പറയും. ചില ആൾക്കാർ പറയും വെള്ളത്തിനെ പാടെ ഒഴിവാക്കുന്നു ആൻഡ് ഉണക്കി എടുക്കുന്നു എന്ന് പറയും. സോ ഡ്രൈയിങ് എന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ലോസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഡ്രൈയിങ് ആൻഡ് ഇവാപ്പറേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഡ്രൈയിങ് എന്ന് വെച്ചാൽ റിമൂവ് വാട്ടർ ടു ഒബ്റ്റെയിൻ എ സ്റ്റേബിൾ സോൾ പ്രൊഡക്റ്റ്. ഇവാപ്പറേഷൻ ആണെങ്കിലോ ലാർജ് എമൗണ്ട് വാട്ടർ നമ്മൾ റിമൂവ് ചെയ്ത് കോൺസെൻട്രേറ്റ് സസ്പെൻഷനോ അല്ലെങ്കിൽ വെറ്റ് സ്ലറി ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഡ്രൈയിങ്ങും ഇവാപ്പറേഷൻ നമ്മളൊരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഡ്രൈയിങ് ഒരു സ്റ്റേബിൾ ഡ്രൈ പ്രൊഡക്റ്റ്, ഇവാപ്പറേഷൻ കോൺസെൻട്രേറ്റ് സസ്പെൻഷൻ അല്ലെങ്കിൽ വെറ്റ് സ്ലറി. സോ ഡ്രൈയിങ് എന്ന് വെച്ചാൽ നമ്മൾ ലെസ് എമൗണ്ട് മോയ്സ്ചർ റിമൂവ് ചെയ്യുകയാണ്. ഡ്രൈയിങ് മാത്രമല്ല, ബിലോ ബോയിലിംഗ് പോയിന്റിലാണ് ഡ്രൈയിങ് എപ്പോഴും ഉണ്ടാകുന്നത്. അത് മാത്രമല്ല സോൾ പ്രൊഡക്ട്സിലായിരിക്കും കൂടുതലായി ഡ്രൈയിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത്. ഇവാപ്പറേഷൻ അങ്ങനെയല്ല, ലാർജ് എമൗണ്ട് ലിക്വിഡ് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല ബോയിലിംഗ് പോയിന്റിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റായ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവാപ്പറേഷൻ നടക്കുകയുള്ളൂ. എന്നാൽ 100ന് താഴെ നടക്കുന്ന പരിപാടിയാണ് എന്ത്, ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇനി വോളിയം കുറച്ചുകൊണ്ടാണ് എപ്പോഴും ഇവാപ്പറേഷനിൽ വരിക. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കുക. ഡ്രൈയിങ് ഒന്ന് പ്രിസർവേഷൻ ചെയ്യാം, എഫിക്കസി അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജിനും ഒക്കെ നമുക്ക് ഡ്രൈ ചെയ്തുകൊണ്ട് എളുപ്പമാണ്. അപ്പം ലോസ് കിട്ടും അല്ലേ, ഒരു നെറ്റ് ലോസ് കുറഞ്ഞു വരും ആൻഡ് സ്പേസ് സേവിങ്ങുമാണ്. സോ ഡ്രൈയിങ് ബേസിക്കലി ബൾക്ക് ഡ്രഗ് പ്രിപ്പറേഷൻസിൽ നമ്മൾ ഡ്രൈയിങ് എപ്പോഴും ചെയ്യാറുണ്ട്. സോ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ് ഒക്കെ എക്സാമ്പിളാണ്. ആൻഡ് പ്രൊഡക്റ്റിൻ്റെ പ്രിസർവേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ക്ലോഗായി വെള്ളമൊക്കെ ഇരിക്കുവാണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ലല്ലോ. സോ ഉണങ്ങി കിട്ടിയാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണെന്നുള്ളതാണ്. ഇത് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പോയാൽ മതി. സോ മോയ്സ്ചർ ട്രാൻസ്പോർട്ട് മെക്കാനിസം. സോ എങ്ങനെയാണ് മോയ്സ്ചർ ട്രാൻസ്പോർട്ട് മെക്കാനിസം വർക്ക് ചെയ്യുക എന്ന് പറയാം. ലിക്വിഡ് വേപ്പർ ഡിഫ്യൂഷൻ, മോയ്സ്ചർ ട്രാൻസ്പോർട്ട് വിത്തിൻ ദ സോൾട്ട്. അതായത് ബേസിക്കലി ഡ്രൈയിങ്ങിൻ്റെ ഒരു മെക്കാനിസമാണ് പറയുന്നത്. മോയ്സ്ചർ എന്തെന്നു സോളിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ടായി പോകുന്നൊരു പരിപാടിയാണ് ലിക്വിഡ് വേപ്പർ ഡിഫ്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കാപ്പിലറി ആക്ഷൻ ആണ്. അത് മൂവ്മെൻറ്റ് ഓഫ് മോയ്സ്ചർ ത്രൂ പോറസ് സ്ട്രക്ചർ. അതായത് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സോൾട്ട് സർഫസിൻ്റെ പുറത്ത് ചെറിയ ചെറിയ കുഞ്ഞു പോറസ് ഉണ്ടാവുകയും അതൊരു കാപ്പിലറി ആക്ഷൻ കാരണം പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ലോസ് ഓഫ് ഡ്രൈയിങ് നടക്കുന്ന പരിപാടിയാണ്. അതിന് പ്രഷർ ഇൻഡ്യൂസ്ഡ് ആണ്. സോ പ്രഷർ കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് മോയ്സ്ചർ ഇറങ്ങി പോകുന്നു. അപ്പം സോ ബേസിക്കലി ലിക്വിഡ് വേപ്പർ ഡിഫ്യൂഷൻ ആണ്. സോ സോളിൽ നിന്ന് തന്നെ മോയ്സ്ചർ പുറത്തേക്ക് പോകുന്നു ആൻഡ് കാപ്പിലറി ആക്ഷൻ ആൻഡ് പ്രഷർ ഇൻഡ്യൂസ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഡ്രൈയിങ് ടെർമിനോളജി പറയുന്നുണ്ട്. സോ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. ഫസ്റ്റ് വൺ ഈസ് ബൗണ്ട് വാട്ടർ, അൺബൗണ്ട് വാട്ടർ, ഫ്രീ മോയ്സ്ചർ, ഇക്വിലിബ്രിയം മോയ്സ്ചർ. ബൗണ്ട് വാട്ടർ എന്ന് വെച്ചാൽ മോയ്സ്ചർ വിത്ത് എ ലോ വേപ്പർ പ്രഷർ ദാൻ പ്യുവർ ലിക്വിഡ്. സോ നോർമലി ഒരു ലിക്വിഡ് ഉണ്ടാവുന്ന വേപ്പർ പ്രഷറിനേക്കാൾ ഡിഫറൻ്റ് ആയിരിക്കും മോയ്സ്ചർ വിത്ത് ലോ വേപ്പർ പ്രഷർ. സോ അൺബൗണ്ട് വാട്ടർ ആണെങ്കിലോ മോയ്സ്ചർ വിത്ത് ഈക്വൽ വേപ്പർ പ്രഷർ വിത്ത് പ്യുവർ ലിക്വിഡ്. സോ അൺബൗണ്ട് എന്ന് വെച്ചാൽ മോയ്സ്ചർ വിത്ത് ഈക്വൽ വേപ്പർ പ്രഷർ ആയിരിക്കും. ഫ്രീ മോയ്സ്ചർ ആണെങ്കിലോ മോയ്സ്ചർ കണ്ടന്റ് എബോ ഇക്വിലിബ്രിയം ലെവൽ, ഇക്വിലിബ്രിയം ലെവലിനേക്കാൾ കൂടുതലായിരിക്കും. ആൻഡ് ഇക്വിലിബ്രിയം മോയ്സ്ചർ ആണെങ്കിലോ മോയ്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ് എയർ. സോ സറൗണ്ടിങ് എയറുമായിട്ട് മോയ്സ്ചറിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം മോയ്സ്ചർ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയാൽ മതി, ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. സോ ഡ്രൈയിങ് സ്റ്റേജസ് ഉണ്ട്. സോ ട്രാൻസിൻ സ്റ്റേജ്, കോൺസ്റ്റന്റ് ആൻഡ് ഫോളിംഗ് റേറ്റ്. സോ ട്രാൻസിൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് ഹീറ്റിംഗ് അപ്പ്, ഇനിഷ്യൽ ഡ്രൈയിങ് സ്റ്റേജ്. ഒരു നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുകയെന്ന് വെച്ചോ, അപ്പോൾ വരുന്ന ഫസ്റ്റ് ഇനിഷ്യൽ ഹീറ്റിംഗ് അപ്പ് അല്ലേ, അതാണ് ട്രാൻസിൻ സ്റ്റേജ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഇസ് കോൺസ്റ്റന്റ് റേറ്റ് ആണ്. മോയ്സ്ചർ ഈസിലി റിമൂവ് സ്റ്റഡി ഡ്രൈയിങ് റേറ്റ്. സോ നമ്മൾ ഈ കൊടുക്കുന്ന ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് മോയ്സ്ചർ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് റിമൂവ് ആവുന്ന ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് റേറ്റിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് റേറ്റ് പറയുക. ആൻഡ് ഫോളിംഗ് റേറ്റ് ആണ്. മോയ്സ്ചർ ബൗണ്ട് വിത്ത് സോൾട്ട് മെട്രിക്സ് ഡ്രൈ സ്ലോലി. അതായത് പിന്നെ എന്താണ്, മോയ്സ്ചർ എന്ത് ചെയ്യുന്നു, സോൾട്ട് മെട്രിക്സുമായിട്ട് ബൗണ്ട് ചെയ്തിട്ട് പയ്യെ ഡ്രൈ ആയി പോകുന്ന പരിപാടിയാണ് ആൻഡ് ഫോളിംഗ് റേറ്റ്. സോ ഡ്രൈയിങ് സ്റ്റേജ് 3 ട്രാൻസിറ്റ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, ഫോളിംഗ് റേറ്റ് ഉണ്ട് കേട്ടോ. സോ ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോ ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റിൽ വരുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റന്റ് റേറ്റ്. സോ ഡ്രൈയിങ് പീരീഡ് വിത്ത് സ്റ്റഡി ഇവാപ്പറേഷൻ റേറ്റ്. സോ ഡ്രൈയിങ് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഇവാപ്പറേഷൻ റേറ്റുമായിട്ട് സ്റ്റഡി റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഫോളിംഗ് റേറ്റ് ആണ് ഡ്രൈയിങ് പീരീഡ് വിത്ത് ഡിക്രീസിങ് ഇവാപ്പറേഷൻ റേറ്റ് ആയിരിക്കും. എന്തായിരിക്കും, ഡ്രൈയിങ് പീരീഡ് എന്തായിരിക്കും, ഡിക്രീസിങ് ഇവാപ്പറേഷൻ റേറ്റ്. ആൻഡ് ക്രിട്ടിക്കൽ മോയ്സ്ചർ ഉണ്ട്,
കണ്ടന്റ് അറ്റ് എ ട്രാൻസിഷൻ ബിൻ കോൺസ്റ്റന്റ് ആൻഡ് ഫോളിംഗ് റേറ്റ്. നമുക്കൊരു കോൺസ്റ്റന്റും ഫോളിംഗ് റേറ്റും ഉണ്ടായിരിക്കും, അതിനിടയിൽ വരുന്ന ഒരു ട്രാൻസിഷനാണ് അല്ലെങ്കിൽ കണ്ടന്റ് ട്രാൻസിഷനാണ് നമുക്ക് എന്ത് പറയാം, മോയ്സ്ചർ കണ്ടന്റിൽ ക്രിട്ടിക്കൽ മോയ്സ്ചർ എന്ന് പറയാം. സോ ഇതൊക്കെ ഓരോ ടേംസ് ആണ്, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സോ ഡ്രൈയിങ് കാൽക്കുലേഷൻ്റെ ഫോർമുലാസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഡ്രൈയിങ് ബിഹേവിയർ 2 ടൈപ്പിലാണ് ഉള്ളത്, ഒന്ന് ഹൈഗ്രോസ്കോപ്പിക്കും ഒന്ന് നോൺ ഹൈഗ്രോസ്കോപ്പിക്കും. ഹൈഗ്രോസ്കോപ്പിക് എന്താണ്, എൻഡ് ഫോളിംഗ് റേറ്റ് പീരിയഡ് ഫാസ്റ്റ് ദൻ നോൺ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ. സോ നോൺ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയലിനെ വെച്ച് നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നോൺ ഹൈഗ്രോസ്കോപ്പിക് എങ്കിൽ മെയിൻ കോൺസ്റ്റന്റ് ഡ്രൈയിങ് റേറ്റ് ഫോർ എ ലോങ് പീരീഡ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡ്രൈ ആയി തന്നെ ഇരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പഞ്ചസാരയൊക്കെ അധികം വെള്ളമൊന്നും അംശം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ക്രിസ്റ്റലായിട്ടിരിക്കില്ലേ, അപ്പോൾ അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ലോങ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൈഗ്രോസ്കോപ്പിക് അങ്ങനെയല്ല, വെള്ളവുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ക്ലോഗ് കട്ട പിടിച്ച് പോകുന്ന ടൈപ്പിലേക്ക് ഹൈഗ്രോസ്കോപ്പിക്ക് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. ഫ്രീ ഫ്ലോയിങ് കിട്ടത്തില്ല എന്നുള്ളതാണ്. സോ ഡ്രൈയിങ് ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. ജസ്റ്റ് മനസ്സിലാക്കുക, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റ്സുകൾ മാത്രമാണ്. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.